20,000 രൂപയ്ക്കകത്ത് വെക്കട ഇതിന് മുകളിൽ ഒരു സ്മാർട്ട് ഫോൺ. ഐ മീൻ പവറിന് പവർ, അതേപോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും സ്റ്റുഡൻസിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പെർഫോമൻസ്, ക്യാമറ, സോളിഡ് ഡ്യൂറബിലിറ്റി എല്ലാം ഉണ്ട് ഇതില്. ഇതാണ് ഐക്യൂന്റെ ഏറ്റവും പുതിയ Z10R. ടോപ്പ് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യം തന്നെ പെർഫോമൻസ് ആണ്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7400 പ്രോസസർ ആണ് ഇതിനകത്ത് വരുന്നത്. 2.6 GHz ഒരു ക്ലോക്ക് സ്പീഡ് ആണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഒരു പവർ എഫിഷ്യന്റ് 4 നാനോമീറ്റർ TSMC ചിപ്സെറ്റും ആണ് ഇത്. ഐ മീൻ ഒരു അടിപൊളി കില്ലർ പെർഫോമൻസും അടിപൊളി ബാറ്ററി ലൈഫും ഇതിനകത്ത് കിട്ടും. ഈ ഒരു ബഡ്ജറ്റിലും IP68 69 സർട്ടിഫിക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, ഇത്രയും കുറഞ്ഞ ഫോണായിട്ട് പോലും. അതേപോലെ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസും STSന്റെ 5-star ഡ്രോപ്പ് റെസിസ്റ്റൻസും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറ പറ്റി പറയാം. ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്, അതും 4K വീഡിയോ റെക്കോർഡിംഗിലൂടെ. അതേപോലെ സോണിയുടെ 50 മെഗാപിക്സൽ IMX882ന്റെ മെയിൻ സെൻസർ ആണ് ഇതിനകത്ത് വരുന്നത്. OIS ക്യാമറയാണ്, അതിൽ നമുക്ക് 4K വിഷ്വൽസ് എടുക്കാൻ പറ്റും. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ക്വാഡ് കെയർ ഡിസ്പ്ലേ ഉള്ള ഫോണാണിത്. വെറും 7.39 മില്ലിമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ കൂടെ ക്വാഡ് കെയർ ഡിസ്പ്ലേ വരുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഉപയോഗിക്കാൻ. 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. നിസ്സംശയം പറയാം, ഇനി 20,000 രൂപയ്ക്ക് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന പേര് ഐക്യൂന്റെ Z10R ആയിരിക്കും. അതുപോലെ ആമസോൺ ഡോട്ടിന് എടുത്തിട്ട് IQ Z10R എന്ന് ഇപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ 2 ലക്ഷം രൂപ വരെ സമ്മാനം കിട്ടാനുള്ള വകുപ്പ് അതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കലണ്ടേഴ്സ് എല്ലാം മാർക്ക് ചെയ്തോ. ജൂലൈ 24-നാണ് ഇത് ലോഞ്ച് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇവൻ തന്നെയല്ലേ 20,000 രൂപയ്ക്കകത്ത് രാജാവ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും വാങ്ങാനുള്ള ലിങ്ക് ബയോയിലും കൊടുത്തേക്കാം. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.